ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്ക വെച്ചിട്ടുള്ളൊരു നൂലപ്പം, ചിലർ ഇടിയപ്പം അങ്ങനെയൊക്കെ പറയും. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കി നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പറയാം. നാളികേരം, പിന്നെ വേവിച്ച് വെച്ച ചക്ക വേവിച്ച വെള്ളത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിളപ്പിക്കാം. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല നൈസ് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കണ്ട ചക്ക, ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് ഒരു 6-7 ചുള ചക്ക മതിയാവും. അത് വേവിച്ച് വെച്ചതായിരുന്നു. അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ അരിപ്പൊടിയും ചക്കയൊക്കെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ലൂസാണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ, അതുപോലെ ഇരിക്കണം. എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തിരിക്കുമ്പോൾ വരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ബലം പിടിച്ച് ഇങ്ങനെ തിരിക്കേണ്ടി വരും. നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റും. ഈ അച്ചല്ലെങ്കിൽ തിരിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റും. നമുക്ക് ഇനി നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഇത് ഇഡ്ഡലി തട്ടിലേക്ക് തിരിക്കാം. നേരത്തെ ചിരകി വെച്ച നാളികേരം ഈ ഇഡ്ഡലി തട്ടിലിൻ്റെ പാത്രത്തിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ. പിന്നെ നൂലപ്പത്തിൻ്റെ ഈ അച്ചിലേക്ക് ഇത് നിറച്ച് കൊടുത്തിട്ടുണ്ട് ആ മാവ്. ഇനി നമുക്ക് ഇത് ചുറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ കണ്ട അച്ചിലിട്ട് തിരിച്ച് നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഇഡ്ഡലി പാത്രത്തിലെല്ലാം വെച്ചിട്ടുണ്ട്. അത്രയും പൊടി കൊണ്ട് ഈ 3 തട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവി വെച്ചിട്ടുണ്ട്, നല്ലപോലെ ആവി വരട്ടെ. നമ്മൾ ചൂടുവെള്ളത്തിലാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ വേഗം തന്നെയാവും. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ആവി പറക്കുന്ന നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു പീച്ചാമ്പൊടി പോലെ ആക്കി അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചതാട്ടോ. ഒരു തട്ടിലത്തെ നൂലപ്പം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടതാണ്, പ്ലേറ്റിലേക്ക്. നോക്കിയൊക്കെ സൂപ്പറായിട്ടില്ലേ? എല്ലാവരും കഴിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇതെൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവന് ചക്കയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.